റൂമിലേക്ക് പോയപ്പോൾ റൂമിന്റെ മുക്കാടോളം വെള്ളമായി. അവര് ബെഡിന്റെ മേളിലും അതുപോലെ ബെർത്തിന്റെ മുകളിലേക്കാണ് അവര് കയറി ഇരുന്നത്. സ്ത്രീ ഒരു മാവിന്റെ ഒരു മാവിന്റെ ഏറ്റവും ടോപ്പിലെത്തി ആ മാവിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കയറി ചെല്ലുമ്പോഴുള്ള കാഴ്ച, അവിടുത്തെ ഒരു കൊച്ചിനെ അവർ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക. അവരുടെ നെഞ്ചൊപ്പം വെള്ളം നിലവിൽ വന്ന് തന്റെ 40 ദിവസമായ കൈക്കുഞ്ഞിനെ വരെ ഞങ്ങളുടെ സഹോദരൻ എടുത്തുകൊണ്ട് വെള്ളത്തിലൂടെ ഞങ്ങള് നല്ല ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഞങ്ങള് ആദ്യമായിട്ട് നമ്മൾ ചെയ്ത ഒരു രാത്രി ഒരു 2:30 മണിയോളമായി നമ്മള് കാരക്കാട് ഞങ്ങളുടെ ടീമിലുള്ള തന്നെയാണ് അനസ് എന്ന് പറയും. പുള്ളി ഞങ്ങളെ ഒരു 5-8-10 പ്രാവശ്യം വിളിച്ചായിരുന്നു. പെട്ടെന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഞങ്ങൾ വിളിച്ചായിരുന്നു. അപ്പൊ ഞങ്ങള് പോകാൻ വേണ്ടി പല വഴികളും ഞങ്ങൾ നോക്കി, പക്ഷെ അങ്ങോട്ട് ചെല്ലത്തില്ലായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് ഒരു വഴി കണ്ടെത്തി. പകുതി വഴി വരെ അവിടെ വാഹനം കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി നടന്നു പോകുമായിരുന്നു. അപ്പൊ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് കാരക്കാടുള്ള ഒരു 10-25ഓളം ചെറുപ്പക്കാർ കരയിൽ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. അവർക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവർ പേടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അനസിന്റെ മോൻ നേരെ റോഡിൽ വന്ന് നിൽക്കൊണ്ടായിരുന്നു. ആ പയ്യൻ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിക്കുമായിരുന്നു. പെട്ടെന്ന് താഴത്തേക്ക് ഞങ്ങളുടെ വാപ്പ ഉമ്മ എല്ലാം റൂമിനകത്ത് കുടുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ എക്യുപ്മെന്റ്സിന് മതിയില്ലെങ്കിൽ ഞങ്ങൾ റൂമും കയറിക്കൊണ്ട് ഞങ്ങള് റൂമിലേക്ക് പോയപ്പോൾ റൂമിന്റെ മുക്കാടോളം വെള്ളമായി. അവര് ബെഡിന്റെ മേളിലും അതുപോലെ ബെർത്തിന്റെ മുകളിലേക്കാണ് അവര് കയറി ഇരുന്നത്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോഴേ കാണുന്ന കാഴ്ച വെച്ചാൽ കഴുത്തോളം വെള്ളത്തിലാണ് അവിടെ ഇരുന്നത്. അപ്പം അവർ ഒറ്റ കരച്ചിലാണ് പെട്ടെന്ന് അവർ ഞങ്ങളൊന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞല്ല, ഞാൻ വെള്ളത്തിന് അടിയിൽ കൂടെ മുങ്ങിച്ചെന്നാണ് റൂമിനകത്തേക്ക് കയറിയത്. റൂമിനകത്ത് കയറി അപ്പോൾ തന്നെ ഞാൻ അവരെ കുട്ടിയെ പെട്ടെന്നെടുക്കുകയും ഒരു ബക്കറ്റ് ഉടക്കുന്നത് കുട്ടിയെ ബക്കറ്റിനകത്ത് കയറ്റി ഇരുത്തുകയും ഞാൻ വെള്ളത്തിൽ മുക്കിക്കൊണ്ടുവന്നാണ് ഞാൻ ആ കുട്ടിയെ ഇപ്പുറത്തെത്തുന്നത്. അപ്പം തന്നെ നമ്മുടെ കൂടത്തിലുള്ള ആളെ അവരിലേക്ക് കൈമാറുകയും അവിടെ തൊട്ടപ്പുറം വേറൊരാളെ കൈമാറിപ്പെട്ട് കരക്കെത്തുകയും ചെയ്തു. അങ്ങനെ 4 പേര് നമ്മൾ വളരെ സാഹസികമായിട്ട് തന്നെയാണ് വെള്ളത്തിൽ നിന്ന് നമ്മൾ അവരെ കരക്കെത്തിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാവിലെ അവിടെ ഒരുപാട് പേര് ഭയങ്കരപാലം പറഞ്ഞെങ്ങാനും അമ്പാറ ഭാഗത്തൊക്കെ ഞങ്ങൾക്കൊരു 10-50ഓളം കോള് വന്നായിരുന്നു. ഞങ്ങൾക്കൊക്കെ പോകാൻ ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നില്ലായിരുന്നു. ലാസ്റ്റ് ഒരു 11:30 മണി ഒരു ടൈമായിരുന്നു. അമ്പാറ നിങ്ങൾ വന്നേ പറ്റുള്ളൂ, ഫയർഫോഴ്സുകാരൊക്കെ വന്ന് ഇപ്പോണ്ട്, നിങ്ങളും കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു കിലോമീറ്റർ 3/4 കിലോമീറ്ററോളം ഞങ്ങൾ നീന്തിയാണ് ആ വീട്ടിലേക്ക് പോയത്. ഒരു 2ാം നിലയുടെ മുകളിൽ പിന്നെ ഭാര്യയും ഭർത്താവും അമ്മച്ചിയും 2 പിള്ളേരും ഒരു 2ാം നിലയുടെ മുകളിൽ വെള്ളത്തിൽ കുടുങ്ങി കിടക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ കയറും ചുരുങ്ങും കെട്ടി ഞങ്ങൾ നേരിട്ട് വളരെ സാഹസികമായിട്ട് തന്നെ നീന്തി ആ വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഞങ്ങളുടെ തൊട്ടുപുരാണ് ഞങ്ങള് ഫയർഫോഴ്സുകാർ അവിടെ എത്തുകയും ഞങ്ങൾ അവരെ ട്യൂബും കയറും ഉപയോഗിച്ച് അതുപോലെ വലിയ പാത്രം പോലത്തെ പാത്രം ഉപയോഗിച്ച് ആ കൊച്ചിനെയും അവരെ എല്ലാം ഞങ്ങൾ സാഹസ്യമായിട്ട് തന്നെ ഞങ്ങൾ കരക്കെത്തിക്കുകയും ചെയ്തായിരുന്നു. ഞാൻ നന്മക്കൂട്ടത്തിന്റെ ഒരു എളിയ പ്രവർത്തകൻ. ഞാൻ അന്ന് രാത്രി ഞങ്ങളുടെ 4 ടീമിൽ ഒരു ടീമിന്റെ ചുമതല എനിക്കായിരുന്നു. അന്ന് താഴെ ഭാഗത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബോട്ടിൽ എടുക്കുവാൻ വേണ്ടി വിളിക്കുകയും ആ ബോട്ടിൽ ഞങ്ങൾ ഒരു 5 പ്രവർത്തകർ അതിനകത്ത് കയറി ചെല്ലുമ്പോൾ ഉണ്ടായ ഒരു ദയനീയ ഒരവസ്ഥ. ഞങ്ങൾ ആ വീടിന്റെ ഒരു 3 വീട് അപ്പുറത്തും നമ്മുടെ 2 പേർ കുടുങ്ങിക്കിടക്കുകയും അവർ മരണത്തോട് മല്ലടിച്ച് ഒരു സ്ത്രീ ഒരു മാവിന്റെ ഏറ്റവും ടോപ്പിലെത്തി ആ മാവിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനകത്ത് ഹസ്ബൻഡ് സ്വന്തം ജീവൻ പണയം വെച്ച് ആ വീട്ടിലുണ്ടായിരുന്ന 4 മിണ്ടാ പ്രാണികളായ പൂച്ചകളെ എടുക്കുവാൻ വേണ്ടി പുറത്തു പോവുകയും ഈ സ്ത്രീ വാവിട്ട് കരയുകയും ഞങ്ങൾ അവിടെ നിന്ന് സ്ത്രീയെയും ഈ സഹോദരനെയും എടുത്ത് ബോട്ടിൽ കയറ്റി ചെല്ലുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നും വിളിക്കുന്നു, ഞങ്ങളെയും കൂടെ മറുകരയിൽ ഒന്ന് എത്തിക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ മറുകരയിൽ കൊണ്ടുപോയി ഒരു വീട്ടിൽ നിർത്തുകയും അതിനുശേഷം ഞങ്ങൾ അവരെ കൊണ്ടുപോയി നടക്കൽ ഇറക്കി വിട്ടപ്പോൾ താഴത്തെ നടക്കൽ ഫൗസിയാട് അവിടെ ഇറക്കി വിട്ടപ്പോൾ വേറൊരു കോള് വരുന്നു. എത്രയും പെട്ടെന്ന് ഈ നടക്കൽ പോസ്റ്റ് ഭാഗത്ത് ഒരു വീട്ടിൽ ഒരു 4 പേര് കുടുങ്ങിക്കിടക്കുന്നു. അത് ഭയങ്കരമായ ദയനീയ അവസ്ഥയായിരുന്നു. കാരണം ഞങ്ങൾ എത്തിപ്പെടുവാൻ ഒരു 10 സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവൻ പോലും അപായപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ അവിടെ വളരെ കഷ്ടപ്പെട്ട് ബോട്ട് ഞങ്ങൾ തുഴഞ്ഞ് അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ആറ്റിലോട്ട് വലിച്ചുകൊണ്ട് പോവുകയും ഞങ്ങൾ ആ ദിശ മാറ്റി പുറകുവശത്തു കൂടി ബോട്ട് ഓടിക്കുകയും പുറകുവശത്തു കൂടി ആ വീടിന്റെ ഫ്രണ്ടിൽ
ആ വീടിന്റെ ടോപ്പിൽ ബോട്ട് നിർത്തുകയും അതിൽ കൂടി ഊറിനിറങ്ങി അവരുടെ ഫ്രണ്ട് ഡോറ് അപ്പോൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ ഫ്രണ്ട് ഡോറ് തുറക്കാൻ വളരെ ബുദ്ധിമുട്ട്. കാരണം വെള്ളം ഫുള്ള് നിൽക്കുന്നത് കൊണ്ട് പിന്നെ ഡോറ് ഞങ്ങൾ ശക്തിയായിട്ട് പ്രസ് ചെയ്തിട്ടും ഡോറ് തുറക്കില്ലായിരുന്നു. ലാസ്റ്റ് അവിടുത്തെ ഒരു മോൻ വന്ന ഡോറിന്റെ അടിഭാഗത്തെ കുറ്റി എടുത്തു തരികയും ഞങ്ങൾ ശക്തിയായി തള്ളി ആ വീടിനുള്ളിലോട്ട് പാഞ്ഞു കയറി ചെല്ലുമ്പോഴുള്ള കാഴ്ച, അവിടുത്തെ ഒരു കൊച്ചിനെ അവർ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക. അവരുടെ നെഞ്ചൊപ്പം വെള്ളം നിലവിൽ വന്ന് ആ കൊച്ചിനെ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ സഹപ്രവർത്തകനായ ഒരാൾ ആ കൊച്ചിനെ മേടിക്കുകയും ആ കൊച്ചിനെ കൊണ്ടുവന്ന് ഫസ്റ്റ് ബോട്ടിൽ കയറ്റുകയും പിന്നെ ഈ അവിടെ വാപ്പ, ഉമ്മ, മകൻ ഈ 3 പേരെയും കൂടെ പുറത്തെത്തിച്ച് പൊക്കി ബോട്ടിൽ കയറ്റി തിരിച്ച് ഞങ്ങൾ ഇവരെ പിന്നെ നമ്മുടെ നടക്കൽ കൊണ്ടുപോയി ഇറക്കുകയും ആ ഇറക്കിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ റെസ്ക്യൂവായിട്ട് ബന്ധപ്പെട്ട് പല വീടുകളിലും കയറി പല ആൾക്കാരെയും രക്ഷപ്പെടുത്തി. ആ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ പനക്കപ്പാലത്ത് ഒരു 3 കുടുംബം കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് നമ്മുടെ കടുവാവഴി പോലീസ് സ്റ്റേഷന് താഴെ അവിടെ ബോട്ട് ഇറക്കി റോഡ് മാർഗം ബോട്ട് പിന്നെ ഓടിച്ചു പോയി പനക്കപ്പാലത്തെത്തുകയും ആ പനക്കപ്പാലത്ത് നിന്ന് പോയപ്പോൾ അവിടെ ഉണ്ടായ ഒരു കാഴ്ച എന്ന് പറയുന്നത് നദി ദിശ മാറി അവരുടെ പറമ്പിൽ കൂടെ ഒഴുകി ഒരു വീട് ഒറ്റപ്പെട്ട് കിടക്കുന്ന 3 പേർ അതിനകത്ത് കുടുങ്ങി കിടക്കുകയായിരുന്നു. ആ നാട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ആ പറമ്പ് 1.5 ആൾ വെള്ളമുള്ള പറമ്പ് നീന്തി, ഞാനും നദീറും അമീറും കൂടെ നീന്തി ആ വീട്ടിൽ ചെല്ലുകയും ആ വീട്ടിൽ ബോട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം പറമ്പിൽ മരങ്ങളാണ്, ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അപ്പോൾ ആ വീട്ടിൽ അവർ പറഞ്ഞു 2 വള്ളം, അവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 ചെറിയ വള്ളം, ആ വള്ളം ഞങ്ങൾ എടുക്കുകയും അവരുടെ ആധാരവും അവരുടെ മെയിൻ പിന്നെ സർട്ടിഫിക്കറ്റുകളും അവിടെയുള്ള ആ ഒരു അതെടുത്ത് ഇതെങ്കിലും ഞങ്ങളെ ഒന്ന് പിന്നെ അപ്പുറത്ത് എത്തിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ 3 പേരും ഭയപ്പെടണ്ട, നിങ്ങളെ എത്തിച്ചിട്ടേ ഞങ്ങൾ വെള്ളത്തിലോട് പോവുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ ആ വള്ളത്തിൽ ഈ ഓരോരുത്തരെയായിട്ട് ആദ്യം അച്ഛനെ കയറ്റി, രണ്ടാമത് അമ്മയെ കയറ്റി, പിന്നെ മോളെയും കയറ്റി ഞങ്ങൾ അക്കരെ എത്തിച്ചു. അവര് സുരക്ഷിതമായിട്ട് അവരുടെ അപ്പുറത്തെ വീട്ടിൽ അവരെ കയറ്റി വിടുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയാനുള്ളത് ഈരാറ്റുപേട്ട നടക്കൽ വന്ന് ഫയർഫോഴ്സിന്റെ വണ്ടി അവിടെ അകപ്പെട്ടു പോവുകയും ഞങ്ങൾ ഉടൻ തന്നെ ഫയർമാനായ റോബിൻ സാറോട് ഞങ്ങൾ അവരുടെ റെസ്ക്യൂ ബോട്ട് തരാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം ഉടൻ തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് റെസ്ക്യൂ ബോട്ടും അവരുടെ ടോർച്ച് സാമഗ്രികൾ ഞങ്ങളുടെ കയ്യിൽ തരികയും അത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ തെക്കേക്കര ഭാഗത്തോട്ട് പോയി അവിടെയുള്ള ആൾക്കാരെയും കൂടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ സമയത്ത് തന്നെ ആ രാത്രി കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ഈരാറ്റുപേട്ടയെ ഞടുക്കിക്കൊണ്ട് സംഭവിച്ച ആ ഒരു മഹാപ്രളയം ടീം എമർജൻസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. കാരണം അന്ന് വൈകുന്നേരം ഒരു 12 മണിയോട് കൂടി ഞങ്ങളുടെ എമർജൻസി ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, ഈരാറ്റുപേട്ടയിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ പ്രവർത്തകരെല്ലാം എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസിലേക്ക് എത്തണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ആ ഒരു മെസ്സേജിൽ ഏതാണ്ട് 40ഓളം പ്രവർത്തകർ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈരാറ്റുപേട്ടയിലെ ഞങ്ങളുടെ മുട്ടൻകവലയിലുള്ള ഓഫീസിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ വണ്ടിയുമായി മറ്റുള്ള 2-3 വണ്ടികളിലായി ഈരാറ്റുപേട്ടയിൽ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന ഭാഗങ്ങളായ നടക്കൽ, മുട്ടക്കപ്പറമ്പ്, പൊന്തനാപ്പറമ്പ് പോലെയുള്ള ഭാഗങ്ങളിലേക്കും അതുപോലെ തെക്കേക്കര ഷാദി മഹലിന്റെ ബാക്കിലുള്ള ഭാഗങ്ങളിലേക്കുമാണ് ഞങ്ങളുടെ 3-4 വാഹനങ്ങളിൽ ഞങ്ങൾ എല്ലായിടത്തും പോയി നോക്കുകയും അപ്പോൾ അവിടെയൊക്കെ ക്രമാതീതമായി വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ തീക്കോയിലുള്ള നമ്മുടെ ഒരു പ്രവർത്തകരുണ്ട്, ഹുസൈൻ തീക്കോയിൽ, അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അവിടെ ഇപ്പോൾ ഓൾറെഡി വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്, അതനുസരിച്ച് ഞങ്ങൾ അപ്പോൾ എന്താണെങ്കിലും ഈരാറ്റുപേട്ടയിലും ഉടനെ വെള്ളം കയറും എന്നുള്ള ആ നിഗമനത്തിൽ എല്ലാ വീടുകളിലും വെള്ളം അഫക്ട് ചെയ്യുന്ന വീടുകളിലെല്ലാം അവരെ അറിയിക്കുകയും അവരോട് സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് പോകാൻ പറയുമെങ്കിലും പലരും പ്രശ്നമില്ല, ഞങ്ങൾ നോക്കിക്കോളാം, വീട്ടിൽ പ്രശ്നം വരത്തില്ല എന്നുള്ള ആ ഒരു ഇതിൽ ഇരിക്കുകയും ഞങ്ങൾ അവരൊക്കെ ആ രീതിയാണ് സമീപിച്ചത്. അതിനുശേഷം ഏതാണ്ട് ഒരു 2 മണി 3 മണിയോട് 2-2:30 മണിയോട് കൂടി ഏതാണ്ട് നമ്മുടെ കൈവിട്ട് പോകുന്ന അവസ്ഥയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ ഡിങ്കി ബോട്ടുമായി ഇറങ്ങുകയും 10-25ഓളം ട്യൂബുകളും എല്ലാം ഇറക്കി ഞങ്ങൾ മാക്സിമം അതിന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു നമ്മുടെ എമർജൻസി കോൾ അതുപോലെ ഞങ്ങളുടെ പേഴ്സണലാക്കിയിട്ടൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ഉള്ള സഹോദരന്മാർ വരെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
അതായത് അത്തായും അമ്മച്ചിയും മാത്രമേ വീട്ടിലുള്ളൂ, ഒന്ന് പോയി നോക്കണം, അവരവിടെ വെള്ളത്തിലാണ്, കുഞ്ഞു കൊച്ചുണ്ടെന്നുള്ള കോളുകൾ ആ ഒരു ഏതാണ് ഈരാറ്റുപേട്ട പരിസരത്ത് പ്രത്യേകിച്ച് പനക്കപ്പാലം മുതലുള്ള ആളുകൾ വിളിക്കുന്നു. ഒരു 5-10 ബോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അന്നത്തെ ദിവസം നമുക്കത് ഒരു തികയാത്തൊരവസ്ഥയാണ്. അതുപോലെയുള്ള ആ സാഹചര്യത്തിൽ മാക്സിമം ആളുകളെ നമ്മൾ അവിടെ സേവ് ചെയ്യാൻ സാധിച്ചു. ബോട്ടിലാണെങ്കിലും നമ്മുടെ ട്യൂബിലാണെങ്കിലും എടുത്തുകൊണ്ട് ഏതാണ്ട് 40 ദിവസമായ കൈക്കുഞ്ഞിനെ വരെ നമ്മുടെ സഹോദരൻ എടുത്തുകൊണ്ട് വെള്ളത്തിലൂടെ വളരെ സേഫായിട്ട് എത്തിക്കുകയും അതൊക്കെ ഒരു വളരെ മറക്കാനാകാത്ത ഒരു സംഭവമായിട്ട് നമുക്ക് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. വളരെ കുഞ്ഞു കൊച്ചിന്റെ ആ ജീവൻ അവര് ആ വീട്ടിലാണെങ്കിൽ തന്നെ അപ്പുറത്തെ പനിയും അതുപോലെ പല അസുഖങ്ങളായിട്ട് കിടക്കുന്ന പ്രായമായവർ ഇവരെല്ലാം ഓരിയെടുത്ത് നമ്മുടെ പ്രവർത്തകർ ഒരു ജാതി ഭേദ മത വ്യത്യാസമില്ലാതെ ആരൊന്നും നോക്കാതെ പലരും ഞങ്ങളെ വിമർശിച്ച ആളുകൾ വരെ ഞങ്ങളെ സത്യത്തിൽ ഞങ്ങളുടെ ഫോണിലേക്ക് വിളിച്ച് ഒന്ന് വന്ന് രക്ഷിക്കാമോ എന്ന് ചോദിക്കേണ്ട ആ ഒരു വിധി അള്ളാഹു സുബ്ഹാനഹു വ തആല വരുത്തി. അത് അള്ളാഹു ഇനി വരുത്താതിരിക്കട്ടെ. എങ്കിൽ പോലും ഒരു റെസ്ക്യൂ സംഘടന എന്തിനാണ് ഈരാറ്റുപേട്ടയിൽ എന്ന് ചോദിച്ച ആളുകൾ ഇപ്പോൾ പറയുന്നു, നിങ്ങൾ ആവശ്യമാണ്, നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അത് നിറവേറ്റി തരാം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു സംഭവം വന്നു. അള്ളാഹു ദൈവം തമ്പുരാൻ ഇനി ഇതുപോലെ ഒരു നാച്ചുറൽ കലാമിറ്റി ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം ഇനിയും ഈ ഒരു ദൗത്യത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള ഏതാണ്ട് 70-80ഓളം പ്രവർത്തകർ അവർക്കുള്ള ദീർഘായുസും അവർക്കൊക്കെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ളവരാണ്. അവര് 4-5 ദിവസമായി പലരും കൂലിപ്പണിക്ക് പോലും പോകാതെ ഈ ഈരാറ്റുപേട്ടയും പരിസര പ്രദേശങ്ങളിലും പല ക്ലീനിങ്ങും അതുപോലെയുള്ള പരിപാടിയൊക്കെയായി കൂടുകയും ചെയ്തപ്പോൾ നമ്മൾ പല വീടുകളിൽ പോകുമ്പോൾ അവരുടെ അനുഭവം ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രളയം വരുമ്പോൾ സഡൻ ആക്ഷൻ എടുക്കാൻ ഇതുപോലെയുള്ള റെസ്ക്യൂ സംഘടനകൾ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച ഉച്ചയായപ്പോൾ ഈരാറ്റുപേട്ടയിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ പറഞ്ഞ രക്ഷകരെ എത്തി. രാഷ്ട്രീയ മതസംഘടനകളെല്ലാം വന്നു, ഒരു ക്ലീനിങ്ങും പരിപാടികളെല്ലാം നടത്തി. അതോടൊപ്പം വളരെ എല്ലാവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. പക്ഷേ ഇതുപോലെയുള്ള സഡൻ ആക്ഷൻ എടുക്കാൻ ഇതുപോലെയുള്ള റെസ്ക്യൂ സംഘടനകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിൽ പങ്കെടുത്ത ഞങ്ങളുടെ ടീം അംഗങ്ങൾ അതുപോലെ മറ്റ് സഹോദര ടീം അംഗങ്ങൾ, ടീം നന്മക്കൂട്ടം, ടീം റെസ്ക്യൂ ഫോഴ്സ് അവരെല്ലാം കൈകോർത്ത് നിന്ന് ഞങ്ങൾ ഈ ഒരു വലിയ ദൗത്യം ഈരാറ്റുപേട്ടയിൽ ഒരു കുഞ്ഞിന് പോലും ഒരു പോറല് പോലും ഏൽക്കാതെ ഞങ്ങൾ അവരെ സേഫായി എത്തിച്ചു. അതുപോലെ അവർക്ക് വേണ്ട ഭക്ഷണം അവരെ പൗരാവലിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയും അത് ഓരോ വീടുകളിൽ എത്തിക്കാനുള്ള ആ ഭക്ഷണം കൊണ്ട് ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ അതാണ് ഞങ്ങൾക്ക് വേണ്ടത്, അത് മാത്രം ഞങ്ങൾക്ക് മതി. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ്. നന്ദി, നമസ്കാരം.